വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ്. ഇന്ന് അമ്മയ്ക്ക് 1-2 ഡോക്ടേഴ്സിനെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയും ഞാനും കൂടെ കൊല്ലത്തോട്ട് യാത്രയാണ്. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്താണ്. എനിക്ക് അലർജിക്ക് ഹോമിയോ ഡോക്ടറാണ് ഇപ്പോൾ ഒരു 1 മന്തായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഡോക്ടറാണ്, നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറേ നാൾ കൊണ്ട് ചികിത്സയൊക്കെ ചെയ്തിട്ടും ഒന്ന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഡോക്ടറിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിനി കണ്ണാശുപത്രിയിലോട്ട് പോവുകയാണ്. ഇത് കൊല്ലം കടപ്പാക്കടയാണ്. അപ്പം ഇത് നമ്മുടെ ശാസ്താവിൻ്റെ അമ്പലമാണ്, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്. അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് ആശുപത്രിയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ അനീഷ് മാധവൻസ് ഐ ക്ലിനിക്കാണ്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഡോക്ടറിനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഇടയ്ക്ക് ഓപ്പറേഷനൊക്കെ വന്നതിന് ശേഷം അമ്മ വേറെ ഹോസ്പിറ്റലിൽ ചൈതന്യയിൽ കാണിച്ചു. പക്ഷേ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ വന്നു. ഇതാണ് ഡോക്ടർ അനീഷ് മാധവൻ. അപ്പോൾ നമുക്ക് കുറച്ച് ചെക്കപ്പൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. റെഗുലർ ചെക്കപ്പ്, ഇങ്ങനെ നമ്മുടെ ഐസൈറ്റിൻ്റെയൊക്കെ വീക്കാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അമ്മയ്ക്ക് എന്തൊക്കെ ലെൻസ് മാറ്റിയിട്ട് കൊടുത്തിട്ട് അമ്മയ്ക്ക് അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറിനെയൊക്കെ കാണിച്ചു. ഇനി ഒപ്റ്റിക്കൽസിൻ്റെ അടുത്ത്, അവരുടെ തന്നെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ഒപ്റ്റിക്കൽസാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് നോക്കിയേ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ? യെസ്. അപ്പം ഞാൻ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അമ്മ സദ്യയാണ്. അമ്മയ്ക്ക് എപ്പോഴും സദ്യ തന്നെയാണ് ഇഷ്ടം. അമ്മയ്ക്ക് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെയൊന്നും പുറത്ത് പോയാൽ ഒട്ടും കഴിക്കത്തില്ല. അമ്മയ്ക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാനങ്ങനെ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൻ ഫ്രൈ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് മട്ടൻ ബിരിയാണിയാണ്. ഇത് നമ്മൾ കൊല്ലം ചിന്നക്കടയിലുള്ള സലീം ഹോട്ടലിൽ നിന്ന്, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഒരുപാട് വർഷം പഴയ ഒരു ഹോട്ടലാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഈ ഹോട്ടലിൽ വരാറുണ്ട്. ഇവിടെ ഫേമസ് എന്ന് പറയുന്നത് ബിരിയാണി, പൊറോട്ട, ചിക്കൻ കറി എല്ലാം നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് പൊറോട്ടയൊക്കെ. ഞാൻ മട്ടൻ ബിരിയാണി, നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. ഞാൻ അമ്മയ്ക്കും കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്യാൻ കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ അച്ചൂസിനെ വിളിക്കാനായിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. അവളുടെ സ്കൂൾ ടൈമിങ് ആവാറായി. അപ്പം നമ്മൾ അച്ചൂസിൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ്. അവളുടെ സ്കൂളിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം വേറൊരു ദിവസം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് സ്കൂൾ, എവിടെയാണ് സ്കൂൾ എന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും എടുക്കുന്നതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ സ്കൂളിൽ പോകാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സ്കൂളിലെത്തി, കുട്ടികളൊക്കെ പോകാൻ തുടങ്ങി. അവർ 6th ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടൈം എടുക്കും വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളെയും വിളിച്ചിട്ട് നമ്മൾ പോവുകയാണ്. എൻ്റെ അച്ചൂസ് വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് അവൾക്ക് അതൊന്ന് മേടിച്ച് കൊടുക്കാൻ സ്നാക്സായിട്ട് ലേസൊക്കെ വാങ്ങി. അവൾ ഹാപ്പി, അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയാൽ മതി, അതുകൊണ്ട് തന്നെ അവൾ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓൺ ദ വേയിൽ റോഡൊക്കെ ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് കൊട്ടിയം റൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന ഒരു വഴിയാണ്. അപ്പം നമ്മൾ വീടൊക്കെ എത്താറായിട്ടുണ്ട്. ഇന്നിച്ച് കുറച്ച് ഹെക്റ്റിക്കായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye bye.